നമസ്കാരം, എല്ലാവർക്കും ടീമേഴ്സാണ് പുതിയൊരു വീഡിയോട്ട് സ്വാഗതം. നമ്മളിന്നൊരു വെറൈറ്റി വീഡിയോ ആണ്. കാരണം കുറേ നാളെ നമ്മളൊരു കണ്ടന്റ് ചെയ്തിട്ട്, അപ്പൊ എനിക്കൊരു കണ്ടന്റ് കൊണ്ടുവരുമ്പോൾ നല്ലൊരു വെറൈറ്റി കണ്ടന്റ് ആണെന്ന് വിചാരിച്ചു. എനിക്കൊന്നും അതിപ്പോ ഓൺലൈനായോ അങ്ങനെ എനിക്ക് അറിയില്ല. പക്ഷെ എനിക്കൊരു കണ്ടന്റ് ഇല്ലേ, അതായത് വന്ദേ ഭാരത് യാത്ര, അതായത് എൻ്റെ നാട്ടിലോട്ട് പോകുമായിരുന്നു. അപ്പൊ നോക്കിയപ്പോൾ ബാക്കി ട്രെയിനിനെക്കാട്ടും അവൈലബിൾ ആയിട്ട് വന്ദേ ഭാരത് ടിക്കറ്റും കിട്ടി. അങ്ങനെ യാത്ര ചെറിയൊരു യാത്രയാണ്. നമ്മുടെ ആലപ്പി വഴി വേണ്ട, ആലപ്പി വഴി വേണ്ട തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരതിലാണ് യാത്ര. അതൊരു രാത്രി ടൈമാണ് നമുക്ക് കൂടുതൽ കിട്ടിയത്. കാരണം ട്രെയിൻ ഏകദേശം 7 മണിയാകുമ്പോഴാണ് നമ്മൾ കയറിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാത്രി ടൈമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവൈലബിലിറ്റി കുറവായിരുന്നു. അതായത് വീഡിയോ എടുക്കാത്തത് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് പറ്റണ പോലെ വീഡിയോ എടുത്തിട്ടും ഒരു ഡോക്യുമെന്ററി വന്ദേ ഭാരത് ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോട്ട് പോവാം. നമ്മളിപ്പോൾ മെട്രോ സ്റ്റേഷനിലുണ്ട് കേട്ടോ. നമ്മൾ മെട്രോ സ്റ്റേഷനിൽ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു മെട്രോ വന്നു. എനിക്ക് വന്ദേ ഭാരത് പറഞ്ഞാൽ നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്നും എറണാകുളം ദേശത്തേക്ക് നല്ല ഡിസ്റ്റൻസ് ഉണ്ട്, നല്ല ബ്ലോക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ മെട്രോ പിടിച്ചിട്ടാണ് പോവാറ്. കാരണം നല്ല ഈസി ആൻഡ് കംഫോർട്ടബിൾ ട്രിപ്പാവും, പെട്ടെന്ന് എത്താനും പറ്റും. അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴേക്കും നമ്മുടെ മെട്രോ അപ്പുറത്തെ സൈഡിൽ നിന്ന് വന്നു കേട്ടോ. നിങ്ങൾ കാണുന്ന പോലെ തന്നെ പതുക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഒരു വെച്ച് നമ്മുടെ കൊച്ചി മെട്രോ ഉപയോഗിച്ച് കുറേ ആൾക്കാർക്ക് സൗകര്യമായിട്ടുണ്ട്. നമുക്ക് ഇതേപോലൊരു അവസരങ്ങളിലൊക്കെ നമ്മൾ ഏകദേശം 6:30 ട്രെയിൻ ഉണ്ടെങ്കിൽ 6 മണിയാകുമ്പോഴേക്കും ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്ക് നമുക്ക് മെട്രോക്ക് ഇങ്ങനെ സൗകര്യമായിട്ട് കിട്ടുന്നതുകൊണ്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഓൺ ടൈമിൽ എത്താൻ പറ്റുന്നുണ്ട്. മെട്രോ എത്തി. പിന്നെ കുറേ വിശേഷങ്ങൾ ഇൻഫോർമേഷൻസ് പറയാണ്ട് അത് ഞാൻ മെട്രോ കയറിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. നമ്മളിന്ന് സഞ്ചരിക്കുന്നത് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് തിരൂർക്കാണ്. എറണാകുളം ജംഗ്ഷനിൽ തിരൂർക്ക് എടുക്കുന്ന സമയം എന്ന് പറയുമ്പോൾ 3 മണിക്കൂർ 23 മിനിറ്റാണ്. അതായത് സാധാ വണ്ടികൾ അതായത് ഏകദേശം 4 മണിക്കൂർ വരെ ആവാറുണ്ട്. കിലോമീറ്റർ ഏകദേശം കവർ ചെയ്യുന്നത് 128.5 കിലോമീറ്ററാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഷൊർണൂർ മംഗലാപുരം വഴി ഹസ്രത്ത് നിസാമുദ്ദീൻ, ഡൽഹിയിലെ ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ പോകുന്ന തിരുവനന്തപുരം ഹസ്രത്ത് നിസാമുദ്ദീൻ എക്സ്പ്രസ് ആയിരുന്നു കേട്ടോ. അത് പെട്ടെന്ന് ആദ്യം നമ്മൾ നോക്കിയെന്നില്ല, പിന്നെ നോക്കിയപ്പോഴാണ് കണ്ടത്. അത് 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ എറണാകുളത്തിന് കയറിയപ്പോഴേക്കും ഞങ്ങൾ ട്രെയിനിൽ എടുത്തു കിട്ടും. നമ്മൾ അറിഞ്ഞു പോലില്ല, ഞങ്ങൾ സാധാ ട്രെയിനിൽ കയറുന്ന പോലെ കാണുന്നില്ല. ഒരു എക്സിക്യൂട്ടീവ് ഫ്ലൈറ്റ് വരെ ഇരിക്കുന്ന അദ്ദേഹത്തിലായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് 2 AC-യും ഒരറ്റത്തെ സീറ്റാണ്. മുകളിൽ ഉണ്ടായില്ല. ബട്ട് നമ്മുടെ അടുത്തുള്ള കിലോമീറ്റർ നമ്മുടെ ഒരു സീറ്റ് ഫ്രീ ആയി കണ്ടപ്പോൾ ഞാൻ അവിടെ കയറി ഇരുന്ന് വിഷ്വൽസ് ചെയ്തു. അങ്ങനെ ഷൂട്ട് ചെയ്ത വിഷ്വൽസാണ്. പക്ഷേ പിന്നെയാണ് മനസ്സിലാക്കി അത് അതായത് ട്രെയിൻ ടിക്കറ്റിൻ്റെ സീറ്റായിരുന്നു. എന്നാൽ നമ്മളവിടെ ഇരുന്നോളം പറഞ്ഞ കുഴപ്പമില്ലാതെ പറഞ്ഞു. അപ്പോഴാണ് നല്ല വിഷ്വൽസ് ചെയ്യാൻ പറ്റും. രാത്രിയാണ് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ വിട്ടപ്പോഴേക്കും തന്നെ നല്ല സ്പീഡിലായിരുന്നു. അതായത് 80 കിലോമീറ്റർ പെർ ഹവറായിരുന്നു എറണാകുളം ടു തൃശ്ശൂരിലുള്ള റേഞ്ചിൽ പോയത്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നടന്നിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എറണാകുളം കഴിഞ്ഞ് തൃശ്ശൂർക്ക് മുമ്പായിട്ട് തന്നെ ഫുഡ് കിട്ടി കേട്ടോ. ഫുഡ് കിട്ടിയപ്പോൾ നമ്മളവിടെ അൺബോക്സ് ചെയ്തു. നമുക്കൊരു ടീസ്പൂൺ കിട്ടി, ടീസ്പൂൺ ഉണ്ടായിരുന്നു. അതിൻ്റെ അപ്പോഴത്തെ ആ കവറിൽ പൊറോട്ടയായിരുന്നു കേട്ടോ നമുക്ക്. അതായത് നമ്മുടെ കേരള സ്റ്റൈൽ പൊറോട്ടയായിരുന്നു. നമ്മൾ പോയ ദിവസം പൊറോട്ടയായിരുന്നു മെനുവിൽ. പിന്നെ നമ്മുടെ മെയിൻ ബോക്സിൽ
നമ്മളിങ്ങനെ പതുക്കെ തുറന്ന് നോക്കിയപ്പോൾ നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വെജ് ഫുഡായിരുന്നു ഓർഡർ ചെയ്തത്. വെജ് ഫുഡിൽ നമുക്ക് വന്നത് ഫ്രൈഡ് റൈസ്, ഡാല്, പനീർ കറി. 2 പനീർ കറി സെയിം ആണ് കേട്ടോ. അതായിരുന്നു നമുക്ക് ഇത് വന്നത്. പിന്നെ അപ്പുറത്ത് കേടും കിട്ടി. അതുകൂടാതെ നമുക്ക് സ്വീറ്റായിട്ട് കിട്ടിയത് ഗോതമ്പ് പായസമായിരുന്നേ. വന്ദേ ഭാരത് എക്സ്പ്രസ് സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് പാസഞ്ചർ ട്രെയിൻ റണ്ണിങ് ഇൻ ഇന്ത്യയാണ്. അതായത് ഗതിമാൻ എക്സ്പ്രസിന് ശേഷം ഏറ്റവും ഫാസ്റ്റസ്റ്റ് ട്രെയിനായിരുന്നു വന്ദേ ഭാരത്. അത് 2019 നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. അത് ആദ്യം പേരിട്ടത് വന്ദേ ഭാരത് എന്നായിരുന്നില്ല, ട്രെയിൻ 18 എന്നായിരുന്നു. വന്ദേ ഭാരത് എക്സ്പ്രസിന് കുറേ ഫെസിലിറ്റീസും ഫീച്ചേഴ്സും ഉണ്ട്. അതായത് ആദ്യത്തെ എന്താണെന്ന് വെച്ചാൽ അതിന് ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട് വന്ദേ ഭാരതിന്. അതിൻ്റെ പേര് കവച് എന്നാണ്. വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ മാക്സിമം സ്പീഡ് എടുക്കാൻ പറ്റുന്ന എത്രയാണെന്ന് വെച്ചാൽ 160 km/h, ദാറ്റ് മീൻസ് 160 km/h ആണ്. അതുകൂടാതെ ആൾക്കാർക്ക് സൗകര്യം സേഫ്റ്റി എൻഷുർ ചെയ്യുന്നൊരു ഈസി വേ ആണ് ഓട്ടോമാറ്റിക് ഡോർ എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഡ്രോവ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സ് എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൂടാതെ മൊബൈൽ ചാർജിങ് സോക്കറ്റ്സ്, ഫുഡ് പ്രസ് തുടങ്ങിയ ബോട്ടിൽ ഹോൾഡർ, ഇതൊക്കെ സൗകര്യങ്ങൾ നമുക്ക് ഓരോ സീറ്റിലും അവൈലബിൾ ആണ്. വന്ദേ ഭാരത് എക്സ്പ്രസ് ആദ്യം തുടങ്ങിയത് വാരണാസിയിൽ നിന്നും ന്യൂഡൽഹിക്കായിരുന്നു. അതായത് 22435 വാരണാസി ന്യൂഡൽഹി വന്ദേ ഭാരതായിരുന്നു ഫസ്റ്റ് ഓപ്പറേറ്റഡ് വന്ദേ ഭാരത്. അത് ഇനാഗ്രേറ്റ് ചെയ്തത് നമ്മുടെ സ്വന്തം പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദി ആയിരുന്നു കേട്ടോ. കറൻ്റ്ലി ഇൻ ഇന്ത്യ അറൗണ്ട് 40, അതായത് 40 വന്ദേ ഭാരതിന് അടുത്ത് എസ്റ്റിമേറ്റഡ് ആയിട്ട് വന്ദേ ഭാരതുകൾ വന്നിട്ടുണ്ട്. അമൃത് ഭാരത് കൂട്ടാണ്ടാണ് കേട്ടോ. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വാരണാസി ജംഗ്ഷൻ വരെ പോകുന്ന ഫസ്റ്റ് വന്ദേ ഭാരത് കാൺപൂർ പ്രയാഗ്രാജ് വഴി പോകുന്ന വണ്ടി ഏകദേശം 762 km ആണ് കവർ ചെയ്യേണ്ടത്. അത് ഏകദേശം 8 മണിക്കൂർ കൊണ്ടാണ് കവർ ചെയ്യുന്നത്. വന്ദേ ഭാരതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 183 km/h ആണ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ഓടുന്നത്, നമ്മുടെ ഇവിടെ കേരളത്തിൽ ഓടുന്നത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഷൊർണൂരിൽ നിന്നും കോഴിക്കോട് വരെയുള്ള ഒരു ഗ്യാപ്പിലാണ്. ഏകദേശം 110 km, 15 km അടുത്ത് വരെ പോകും കേട്ടോ. എന്നാൽ ഇന്ത്യയിലെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 120 km/h ആണ്. നമ്മൾ ഷൊർണൂർ എത്തി 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തന്നെ വണ്ടി എടുത്തു നമ്മൾ ഹാൾട്ട് നിൽക്കുന്നത് വീഡിയോ എടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്പീഡ് ലിമിറ്റ് നല്ല കൂടുതലാണ്. ഞാൻ പറഞ്ഞല്ലോ 115-110 km/h ആണ്. ആ ടൈമിൽ നമ്മുടെ ക്ലിപ്പ് ഷൂട്ട് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഫുള്ള് നൈറ്റാണ് ഓൾറെഡി. പിന്നെ അതുകൂടാതെ നമ്മുടെ ക്യാമറ ഫോക്കസ് നന്നാവുന്നുണ്ടായിരുന്നില്ല. അതാണ് നമ്മൾ കുറച്ച് ക്ലിപ്സേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഷോർണൂർ പെട്ടെന്ന് തിരുവിലെത്തിയില്ല, അധികം അറിഞ്ഞൊന്നുമില്ല, പെട്ടെന്ന് തന്നെ എത്തി. പിന്നെ നമ്മൾ ഇറങ്ങി ട്രെയിനൊക്കെ നോക്കി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു ഷോർട്ട് വീഡിയോ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ഞങ്ങളുടെ ഒരു വന്ദേ ഭാരത് ജേർണി. കുറേ മിസ്റ്റേക്സ് ഉണ്ട്. ഞാൻ ഏകദേശം കുറേ നാളായി അപ്പോൾ എഡിറ്റിങ്ങിൽ കുറേ മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. സംസാരത്തിൽ കുറേ മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. കാണാം. പിന്നെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരെ ആൽസിയ സൈന.